ഹലോ ഗൈസ്, എൻ്റെ കെട്ടവരിൻ്റെ അടുത്ത് പലപ്പോഴും പറയും വീഡിയോ എടുക്കുന്ന ശുഷ്കാന്തി അത് ഒരു നല്ല ഷോർട്സ് ആക്കി എഡിറ്റ് ചെയ്തിടാൻ നിനക്ക് ഭയങ്കര വിഷമാണെന്ന്. ഇതങ്ങനെ ഒന്ന് പഴകിപ്പോയ ഒരു വീഡിയോ ആണ്. പഴകിയെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ടല്ല, തൃശ്ശൂർ പൂരം വീഡിയോയിലെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്നത്തെ ദിവസത്തെയാണ്. അരുമ്പൂര് പെരുന്നാൾക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട് കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് പോരാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം സാമ്പിൾ വെടിക്കെട്ട് പ്രമാണിച്ച് അന്നത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ടും ചമയം കൂടി കാണേണ്ടതുണ്ടായതുകൊണ്ടും കുറേ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ ഒരു തൃശ്ശൂർ പൂരം കൂടി ആയതുകൊണ്ട് തന്നെ ഡിവോണിന് നിർബന്ധമായിരുന്നു നേരത്തെ ഇറങ്ങണമെന്ന്. അതുകൊണ്ട് വന്നതും പോയതും പെട്ടെന്നായിരുന്നു അവിടുന്ന്. പക്ഷെ എന്തായാലും അടുത്ത കൊല്ലവും ചിലപ്പോൾ എനിക്ക് അരുമ്പൂര് പെരുന്നാൾ കൂടാൻ പറ്റും, തൃശ്ശൂർ പൂരം കാണാൻ ചിലപ്പോൾ സ്കോപ്പ് കിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെ ഞങ്ങളെ നൈസായിട്ട് തൃശ്ശൂർ പൂരത്തിന് തന്നെ വിട്ടു. അവിടെ ചെന്ന് ചമയം കണ്ട് പിന്നെ സാമ്പിൾ വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പായിരുന്നു. ഇപ്പൊ പൊട്ടിക്കഴിഞ്ഞത് തിരുവമ്പാടിയുടെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി വെയിറ്റിംഗ് പാറമ്മിക്കാവിന്റെ സാമ്പിൾ വെടിക്കെട്ടിനായിട്ടാണ്. തിരുവമ്പാടിനേക്കാളും ഒരു തരി മുമ്പിൽ നിന്നത് പാറമ്മിക്കാവിന്റെ വെടിക്കെട്ട് തന്നെയായിരുന്നു. സൗണ്ട് കേട്ടിട്ട് എൻ്റെ പൊന്നി, എൻ്റെ ചെവിയൊക്കെ മൂളി. എന്തായാലും നമ്മുടെ വടക്കുനാഥിന്റെ മുമ്പിൽ ഒരു പോസിറ്റീവ് വൈബുള്ള സ്ഥലമുണ്ട്, അവിടെ പോയി കുറച്ചധികം നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് പിന്നെ റൗണ്ടും കൂടി ഒന്ന് കറങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് ചിലപ്പോൾ രാത്രി ഇങ്ങോട്ടൊന്നും ചിലപ്പോൾ വണ്ടികളൊന്നും കിടക്കില്ല. ഒരൊറ്റ ഷോട്ടിൽ എല്ലാ പന്തലും കണ്ട് അങ്ങനെ അങ്ങ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കറക്കം. എന്തായാലും റൗണ്ടും കൂടി മൊത്തത്തിലൊന്ന് കാണാമല്ലോ, അങ്ങനെയും വിചാരിച്ച്. പന്തലുകളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. എല്ലാ പന്തലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു, കാണാനായിട്ടും എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. പന്തലും ലൈറ്റൊക്കെ കണ്ടപ്പോൾ സേരിക്കുട്ടീനെ നൈസായിട്ടൊന്ന് മിസ് ചെയ്തു. സേരിക്കുട്ടീനെ തിരക്കിനിടയിൽ കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവരാണ്ടിരുന്നത്. എന്തായാലും തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് അവളെ കൊണ്ടുപോകാൻ പറ്റി, രാവിലെ നേരത്തെ പോയതുകൊണ്ട് അതിൽ ഞാൻ അത്യാവശ്യം നല്ലപോലെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്തായാലും പൂരല്ലേ, പൊരിയും കാതൊക്കെ വാങ്ങാണ്ട് എങ്ങനെയാണല്ലേ വീട്ടിലേക്ക് വരിക. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൊരിയും കമ്മലും എല്ലാം വാങ്ങി വീട്ടിലേക്ക് വന്നു. എന്തായാലും ഈ വർഷത്തെ സാമ്പിളും പാറമ്മിക്കാവിന്റെ അമ്പലനടയിലിരുന്ന് പൂരക്കഥകൾ പറഞ്ഞു തന്ന ആ അച്ചമ്മയും ഒരിക്കലും മറക്കില്ല ഈ വർഷത്തെ ഈ പൂരക്കാഴ്ചയിൽ.